അപ്പോൾ ഗായ്സ് നമ്മൾ ചിപ്പിക്കുട്ടീനെ എങ്ങനെയാണ് ഒരുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അവൾ ഭയങ്കരമായിട്ട് ഉറങ്ങുകയാണ്, അവൾ വാശി പിടിച്ച് ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞത് ഒരുക്കാൻ നിന്നില്ല, അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ കിടക്കുകയാണ്. നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അത് നേരത്തെ പറയാൻ വിട്ടുപോയി, അതാണ് കേട്ടോ രണ്ടാമത് പറഞ്ഞേ. അപ്പം അവൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവളെ നിന്ന് ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനൊരു കുഞ്ഞ് പൊട്ടി വെച്ച് കൊടുക്കും കേട്ടോ. വീഡിയോ ഒറ്റയ്ക്ക് എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ റിസ്ക് ഉണ്ട് ഗൈസ്, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യൂ കേട്ടോ. നമ്മളൊരു കുഞ്ഞ് പൊട്ട് വെച്ച് കൊടുക്കും. സോറി, കുഞ്ഞിതല്ല, കുറച്ച് വലിയ പൊട്ട് കേട്ടോ, കുഞ്ഞു കുട്ടിയല്ലേ. നമ്മളെവിടേക്കൊക്കെ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സെൻറ്റർ പോർഷനിൽ പൊട്ട് വയ്ക്കുക. അതുവരെ നമ്മൾ ഇങ്ങനെയാണ് പൊട്ട് വയ്ക്കാറ്. പെൺകുട്ടികൾക്ക് വലത് സൈഡും ആൺപിള്ളേർക്ക് ഇടത് സൈഡും അങ്ങനെയാണ് പറയാറ് കേട്ടോ. എനിക്കറിയില്ല, നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പുരിക എഴുതുമ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ പൊന്തിച്ച് നല്ല ഷേപ്പിൽ എഴുതണം എന്ന് പറയും കേട്ടോ. ഇവളെ ഇളക്കുന്നത് കാരണം എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റാറേയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ഒരു വരയിട്ടിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഷേപ്പ് കിട്ടുമല്ലോ. എന്നിട്ട് ഇവിടെ ഉള്ളത് അങ്ങോട്ട് തുടച്ചു കൊടുക്കും കേട്ടോ, അധികം വരുന്നത്. യൂഷ്വലി ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പം ഞാൻ എങ്ങനെയാണോ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അങ്ങോട്ട് ചെയ്തിട്ട് വരച്ച് വിടുക. കോഴി, പൂച്ച അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ സമ്മതിക്കുള്ളൂ ആൾ. അതേപോലെ നമുക്ക് അപ്പുറത്തേയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ചിലപ്പോൾ ഒറ്റയടിക്ക് ഓക്കെ ആവും കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഒരു പിരിവ് മാത്രമേ അങ്ങനെ ആവാറുള്ളൂ. അത് നോക്കി നമ്മൾ വരയൊന്നും ചെയ്തില്ല, പക്ഷെ അത് ഓക്കെ ആയി. ഇനി ഞാനിവിടെ ഒരു കുത്ത് വെച്ച് കൊടുക്കും കേട്ടോ, ഒരു കുഞ്ഞ് കുത്ത് വെച്ച് കൊടുക്കുക. കണ്ണെഴുതാറില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കൺമഷികളൊക്കെ അത്ര നല്ലതല്ലല്ലോ, അപ്പം ഞാൻ കണ്ണെഴുതാറില്ല. ഇനി നമുക്ക് ഇവിടെയും കൂടി ഒരു കുത്ത് വെച്ച് കൊടുക്കാം. ഭംഗിയുണ്ടോ ഗൈസ്? നന്നായിട്ടില്ലേ നമ്മുടെ ചിപ്പിക്കുട്ടിയുടെ മേക്കപ്പ്? നമുക്കിതിലൊക്കെ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവൾ നീക്കുമ്പോഴോ അല്ലെങ്കിൽ അവൾ കൈയോ കാലോ ഇളക്കുന്ന സമയത്തൊക്കെ അത് പോയി തുടയ്ക്കും. മൊത്തത്തിലൊരു കരിയാവും, കരി അഭിഷേകമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പൗഡർ ഇടാം. അവൾക്ക് ഈ ഒരു പ്രോസസ്സാണ് കേട്ടോ ഇഷ്ടമല്ലാത്ത, ഈ പൗഡർ ഇടുന്നത് തീരെ ഇഷ്ടമല്ല ആൾക്ക്. നമുക്കിതൊന്ന് തുടച്ച് കളയാം, നല്ല തുടച്ച് കളയാം. ഫാൻ ഇട്ടതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചിപ്പിക്കുട്ടിയുടെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിപ്പിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായോ ഗായ്സ്? എങ്ങനെയുണ്ട്? അപ്പം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചിപ്പിക്കുട്ടി ആൻഡ് മീ. ബൈ ബൈ.